നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ കമ്പനികളിലൊന്നായ മെറ്റ ഒടുവിൽ ഭാരതത്തിനോട് മാപ്പ് പറയേണ്ടി വന്നു. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമ ഉള്ളടക്കങ്ങളും ഡീപ് ഫേക്കുകളും തടയുന്നതിൽ സംഭവിച്ച വീഴ്ചകൾ സംബന്ധിച്ച് മാർക്ക് സുക്കർബർഗ് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് ഇതിനു പിന്നിലെ കാരണം? മെറ്റയ്ക്ക് ഇന്ത്യ നൽകിയ മുന്നറിയിപ്പ് എത്രത്തോളം ശക്തമായിരുന്നു? വിശദമായിട്ട് നോക്കാം. മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗികാതിക്രമ ഉള്ളടക്കങ്ങൾ, ഡീപ് ഫേക്കുകൾ എന്നിവ പ്രചരിച്ചതിലും ഉള്ളടക്ക നിയന്ത്രണത്തിലെ വീഴ്ചകളിലും കേന്ദ്ര സർക്കാരിനോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് മെറ്റ സിഇഒ മാർക്ക് സുക്കർബർഗ്. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ഉന്നതതല ചർച്ചകളിലാണ് സക്കർബർഗ് ഖേദം പ്രകടിപ്പിച്ചതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള മെറ്റ പ്ലാറ്റ്ഫോമുകളിൽ നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങളും വ്യാജ പ്രചാരണങ്ങളും തടയുന്നതിൽ സംഭവിച്ച പ്രവർത്തനപരമായ പോരായ്മകൾ സുക്കർബർഗ് തത്വത്തിൽ അംഗീകരിച്ചു. പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഉള്ളടക്കങ്ങളുടെ പരിശോധനയെക്കുറിച്ചും വിപുലമായ ചർച്ചകൾ നടന്നുവെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം യോഗത്തിൽ ചർച്ചയായില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. IT മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും മെറ്റയുടെ ആഗോള നേതൃത്വവും തമ്മിൽ നടന്ന 2 ദിവസത്തെ കൂടിക്കാഴ്ചയിലാണ് സുക്കർബർഗ് ക്ഷമാപണം നടത്തിയത്. പ്ലാറ്റ്ഫോം പാലിക്കേണ്ട ഉത്തരവാദിത്തം, ഉള്ളടക്ക നിയന്ത്രണം, ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കൽ എന്നിവ യോഗത്തിൽ ചർച്ചയായിരുന്നു. ഉള്ളടക്ക നിയന്ത്രണത്തിലെ തെറ്റുകൾ മെറ്റ സമ്മതിക്കുകയും പ്ലാറ്റ്ഫോമുകളിൽ ദോഷകരമായ ഉള്ളടക്കം കൈകാര്യം ചെയ്തതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തതായിട്ട് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഓൺലൈൻ സുരക്ഷ കർശനമാക്കുന്നതിനും ദോഷകരമായ ഉള്ളടക്കങ്ങൾ വേഗത്തിൽ കണ്ടെത്തി നീക്കം ചെയ്യുന്നതിനുമായി പ്ലാറ്റ്ഫോമിലെ സാങ്കേതിക സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് മെറ്റ ഉറപ്പു നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരും IT മന്ത്രാലയവും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ സുരക്ഷയിൽ കർശന നിലപാട് തുടരുന്നതിനിടെയാണ് മെറ്റയുടെ ഈ വിശദീകരണം. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് താൽക്കാലികമായി നീക്കം ചെയ്ത സംഭവത്തിൽ സുക്കർബർഗിന് പാർലമെന്ററി സമിതി അന്ത്യശാസനം നൽകിയിരുന്നു. സംഭവത്തിൽ സുക്കർബർഗ് 3 ദിവസത്തിനകം മാപ്പ് പറയണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും പാർലമെന്ററി IT സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സമയപരിധിക്കകം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇന്ത്യയിൽ മെറ്റയ്ക്ക് ലഭിക്കുന്ന സേഫ് ഹാർബർ നിയമപരിരക്ഷ റദ്ദാക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നും സമിതി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. BJP MP നിഷികാന്ത് ദുബെയുടെ അധ്യക്ഷതയിൽ ചേർന്ന പാർലമെന്ററി സമിതി യോഗത്തിലാണ് തീരുമാനം. 140 കോടി ജനങ്ങളുടെ പ്രതിനിധിയായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തത് ജനാധിപത്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് സമിതി നിരീക്ഷിച്ചു. ജൂലൈ 23-നാണ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി പ്രധാനമന്ത്രി പങ്കുവച്ച വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് അപ്രത്യക്ഷമായത്. സാങ്കേതിക തകരാറാണ് ഇതിന് കാരണമെന്ന മെറ്റയുടെ വിശദീകരണം IT മന്ത്രാലയവും പാർലമെന്ററി സമിതിയും തള്ളിയിരുന്നു. മെറ്റയ്ക്ക് പുറമെ ഗൂഗിൾ, യൂട്യൂബ്, X, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്രമുഖ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കും സമിതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണ ഉള്ളടക്കങ്ങളും സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പോസ്റ്റുകളും 3 ദിവസത്തിനകം പൂർണ്ണമായും നീക്കം ചെയ്യണമെന്നാണ് നിർദ്ദേശം. വീഴ്ച വരുത്തുന്ന പ്ലാറ്റ്ഫോമുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സമിതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്വവും ഉപയോക്താക്കളുടെ സുരക്ഷയും സംബന്ധിച്ച ചർച്ചകൾ കൂടുതൽ ശക്തമാവുന്ന സാഹചര്യത്തിൽ ഈ സംഭവവികാസങ്ങൾ സാങ്കേതിക കമ്പനികൾക്കും അതുപോലെ തന്നെ സർക്കാരുകൾക്കും ഒരുപോലെ വലിയ സന്ദേശമാണ് നൽകുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുമോ അതോ കൂടുതൽ കർശന നിയന്ത്രണങ്ങളിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുക എന്നത് ഇനി കണ്ടറിയേണ്ടതാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മെറ്റ പോലുള്ള കമ്പനികൾക്കെതിരെ കൂടുതൽ കർശന നടപടി വേണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും വേണ്ടി നമ്മുടെ തത്വമയി TV സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി TV.